ആർ പ്രവീണയുണ്ട് എനിക്കിപ്പം തത്സമയം. പി ആർ പ്രവീണ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നിലവിലെ ചർച്ചകൾ? ഏതെങ്കിലും തരത്തിൽ ധാരണകളിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. KPCCയെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടന എന്നുള്ളത് എല്ലായ്പ്പോഴും കീറാമുട്ടിയാണ്. കാരണം പാർട്ടിയിൽ സ്ഥാനമാനങ്ങളിലേക്ക് വരാൻ ഒരുപാട് പേർ, നമുക്കറിയാം, നമ്മൾ തമാശയ്ക്ക് പറയും, ഒരു കസേര ഇട്ടാൽ KPCCയിലാണെങ്കിൽ പെട്ടെന്ന് കാണാതാകും, അത് ആരുടെ കയ്യിലാണെന്ന് അറിയാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ കസേര കളി മൊത്തത്തിൽ ഒരു വലിയ തലവേദനയായി പാർട്ടിക്ക് മാറാറുമുണ്ട്. ഇപ്പോൾ KPCC സെക്രട്ടറി സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. നേരത്തെ അതിനൊരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് K. സുധാകരൻ വരുമ്പോൾ പട്ടിക ചെറുതാക്കി, ജംബോ പട്ടിക എന്നുള്ള ആക്ഷേപമൊക്കെ കേട്ടതുകൊണ്ട് തന്നെ അത് ചെറുതാക്കി, അത് വേണ്ട എന്നുള്ള തരത്തിലേക്ക് തീരുമാനിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് സ്റ്റാറ്റസ് കോ നിലനിർത്തി സെക്രട്ടറിമാർ ആ പദവിയിൽ തുടരട്ടെ എന്നുള്ളതായിരുന്നു തീരുമാനം. ആ പട്ടികയിൽ വലിയ മാറ്റം വന്നേക്കും. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ MLA മാരടക്കമുള്ളവർ ഇപ്പോൾ പാർട്ടിയിൽ വലിയ പദവിയൊന്നും ഇല്ലാതെ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ചില മണ്ഡലങ്ങളിൽ, ചില ജില്ലകളിൽ ചാർജ് കൊടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചുമതലകൾ നൽകുന്നതിന് വേണ്ടി ഈ സെക്രട്ടറി പദം തിരിച്ചു കൊണ്ടുവരികയാണ്. ആ സെക്രട്ടറി പദത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവന്ന് കൂടുതൽ സജീവമാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കേരളത്തിൽ സീറ്റുകൾ പിടിക്കാനാകും, എത്ര കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ പിടിക്കാനാകും എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടായാൽ പാർട്ടി കേൾക്കുന്ന വലിയ കനത്ത തിരിച്ചടിയാകും. അതുകൂടി താങ്ങാനുള്ള ശേഷി എന്തായാലും കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥയിൽ ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലും 14ഇടത്തും മാറ്റം. അതിൽ തൃശ്ശൂരിൽ ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ നിയമനം നടത്തിയത്. അപ്പോൾ തൃശ്ശൂരും അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലപ്പുറം ഉൾപ്പെടെ 3ഇടത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി 11 ഇടങ്ങളിലേത് മാറ്റാം എന്നുള്ള തരത്തിലേക്ക് നേരത്തെ ഈ വന്ന ചർച്ചകളൊക്കെ ഇപ്പം ഈ ചില സ്ഥലങ്ങളിൽ മാത്രം മാറ്റിയാൽ അതിപ്പോ അവിടെയുള്ള പ്രസിഡന്റ് ഒരു കഴിവ് ഇല്ല, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വരും എന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ഒന്ന് മുടങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുനഃസംഘടനയുമായിട്ട് മുന്നോട്ട് തന്നെയാണോ? പുനഃസംഘടനയെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ആവശ്യം. പക്ഷെ 2 പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, കഴിവ് കെട്ടവരാണ് ഈ ബാക്കിയുള്ള 11 പേർ എന്നുള്ള ഒരു പ്രതീതി നേതൃത്വം തന്നെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി ഒരു പക്ഷേ മാറ്റി ഇപ്പോൾ പുതിയ ആളുകൾ വന്നാൽ അവർ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അത് ഇവരുടെ കഴിവുകേടായി വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ 2 തരത്തിൽ പാർട്ടി വെട്ടിലായി നിൽക്കുകയാണ്. പക്ഷേ മാറ്റണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്തേക്കും ആ പട്ടികയിൽ, നമ്മൾ നേരത്തെ തന്നെ അതിന്റെ സാധ്യതാ പട്ടികയ്ക്ക് കൊടുത്തതാണ്, ആ പട്ടികയിൽ നിന്നുള്ള നിയമനം അടിയന്തരമായി നടത്താനുള്ള സാധ്യതയും ഉണ്ട്. സേതു. ഓക്കെ പ്രവീണ, വ്യക്തമാണ്. ശരി.